കേരളത്തിൽ രണ്ട് പാർട്ടിയും ജയിച്ചിട്ട് കാര്യമില്ല. എന്തിന് രാവിലെ പോയി വെയിലും കൊണ്ട് ക്യൂ നിന്ന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തിനു ചെയ്യണം? ഞങ്ങളുടെ അവസ്ഥയൊക്കെ വെറും പരിതാപകരമാണ്. മറ്റിടത്തൊക്കെ ഭയങ്കര കുത്തിത്തിരിപ്പാണ്, തമ്മി പാരയാണ്. അതാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നോന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. മറ്റ് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു ചേഞ്ച് ആവശ്യമാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? ജനങ്ങൾ ഏത് പാർട്ടിക്കൊപ്പമാണ്? ചോദിച്ചറിയാം ജനാഭിപ്രായം. കേരളത്തില് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി ജയിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്കിഷ്ടം, എൻ്റെ സ്വന്തം ഇഷ്ടമാണെങ്കിൽ BJP. എന്തുകൊണ്ടാണ്? ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടി. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. മറ്റുള്ളവർ രണ്ടുപേരും തമ്മിൽ തല്ലി പോകുന്നു. ഇപ്പോഴത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഇഷ്ടമില്ല. കാരണം ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ കേസ് വീർപ്പിച്ച് എല്ലാവരും പോകുന്നു, മുന്നോട്ട് പോകും. അത്രയും. അങ്ങനെയല്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്തെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് വരണം എന്നാണ് ആഗ്രഹം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഭരിച്ച് ഏകദേശം ഒരു കൊളാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ നമ്മുടെ മോദി വരുന്നുണ്ട്. മോദി വരുന്നത് വെച്ചാൽ മോദി കുറച്ച് കാശ് വെച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതാണ് മിക്കവരും ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്യാൻ മെയിൻ കാരണം, റീസൺ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭരിച്ചിട്ട് ഇത്ര വർഷമായിട്ട് ഒരു വലിയ കാര്യങ്ങളും ചെയ്തില്ല. ഇപ്പോൾ മോദി വന്ന പിന്നെ എന്തോ കുറേ കാര്യം കുറച്ച് കാശൊക്കെ കക്കുമായിരിക്കാം, പക്ഷെ എന്നാലും കുറേ കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇല്ലാണ്ട് രണ്ടുപേരും വെറുതെ ഒരു ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ കുറേ പേരുണ്ടായി, എല്ലാവരും മന്ത്രിസഭയിൽ പോയി വെറുതെ ഇരിക്കുക. എന്നിട്ട് നമുക്ക് വലിയ ഗുണങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഇവർ രണ്ടുപേരും ഇല്ലാണ്ട് വേറെ ആൾ വരണം എന്നൊരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ വരുന്നുണ്ട്. പുതിയൊരു പാർട്ടി ഇപ്പോൾ BJP വന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എന്നാലും അതുപോലെ നല്ലൊരു ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീം വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ മറ്റവർ ഇപ്പോൾ BJP കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു കെട്ടായതൊരു കാര്യമില്ല. പിന്നെ BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നിട്ടൊരു കാര്യമില്ല. അതിനേക്കാൾ നല്ലൊരു പുതിയൊരു ടീം വരാം. ഇപ്പോൾ ആം ആദ്മി നമുക്ക് ഭയങ്കര പ്രതീക്ഷ തരുന്ന ടീമാണ്. അവർക്കൊണ്ടൊരു ഗുണമില്ല. ഇപ്പോൾ അതുപോലെയല്ല, നമുക്ക് പുതിയൊരു ടീം വരണം. പിള്ളേർ കൂടുതലും യുവത്വമുള്ള ആൾക്കാർ വരണം എന്നുള്ള ആഗ്രഹം. വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, രാഷ്ട്രീയത്തിൽ മേലിൽ നിൽക്കുന്ന ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ അയക്കണം എന്നൊരു ആഗ്രഹം ഇപ്പോഴുണ്ട്. മോദിക്കുണ്ട് കുറേ കാര്യങ്ങൾ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മോദിക്കൊരു ഐഡിയകളുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ ഓരോ രാജ്യങ്ങളിൽ പോയി കുറേ പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് കച്ചവടങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള ഐഡിയകൾ പുള്ളിക്കുണ്ട്. അതുപോലെ ഐഡിയ ഉള്ള ആൾക്കാരായിരിക്കും ഇനി വരുന്നൊരാഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. കോൺഗ്രസ്. എന്തുകൊണ്ടാണ് തോന്നുന്നത്? കോൺഗ്രസ്, എനിക്ക് കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹം. തോന്നുന്നു പറഞ്ഞാൽ കോൺഗ്രസിനെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റിന് കോൺഗ്രസിന് വേണ്ടി വാദിക്കും, കമ്മ്യൂണിസ്റ്റിന് ഉപകാരം ചെയ്യണം, അപ്പം ചെയ്യും. അത്രേ ഉള്ളൂ. CPM. കാരണം പിണറായിനെ പോലൊരു നല്ലൊരു നേതാവ് വേറെ ഇല്ല. ജനക്ഷേമകരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. പിന്നെ പലതും ജനങ്ങളിലേക്ക് എത്താത്തത് കാരണം പല ജനങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ, കാരണം വേറൊരു നല്ലൊരു പ്രതിപക്ഷം ഇല്ല. അത് കാരണം തീർച്ചയായിട്ടും പിണറായി വരും. എങ്ങനെ നമ്മൾ അതൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഇനി സമയമുണ്ട്. ലാസ്റ്റ് മിനിറ്റ് അജണ്ടയിൽ വരും എന്തെങ്കിലും തീരുമാനം. നല്ല ആൾക്കാർ ജയിക്കട്ടെ. ഇപ്പോൾ UDF വരണമെന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ. ആ ഒരു കാരണം കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഈ മൊത്തം എല്ലാ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റവും മറ്റ് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത പ്രാവശ്യം UDF വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. BJP കേരളത്തിൽ വരില്ല. BJPക്ക് അങ്ങനെയുള്ള ഒരു പ്രവർത്തന ഇതൊന്നും കേരളത്തിലില്ലല്ലോ. BJP വരാൻ സാധ്യതയില്ല. UDF തന്നെയാണ്. ഇപ്പോൾ 5 വർഷം ആണ് ഇതുവരെ കേരളത്തിൽ മാറി വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അത് 10 വർഷമാക്കിയത് തീരെ ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം 5 വർഷം തന്നെയാണ് നല്ലത്. അപ്പം അടുത്ത 5 വർഷം UDF വരും. ആഗ്രഹിക്കണ അറിയാൻ പാടില്ല മാഡത്തിന്. കോൺഗ്രസ് വരും. അങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞാൽ റാവുവിൻ്റെ ഈ ഇത്രമായ തെറ്റും ഒരു കാര്യങ്ങളും നടക്കണില്ല. എല്ലാ വിലക്കയറ്റത്തിൻ്റെ മനസ്സിലായ ഇപ്പം ആരും കൊടി പിടിക്കണില്ലല്ലോ. കരിങ്കൊടി ടയർ ഇടതുദോഷം ഒന്നും പിടിക്കണില്ല. എന്താണെന്ന് പറഞ്ഞാൽ മോഡിയും ഇടതുദോഷം കൂടി ഒന്നാണ്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ ആൾക്കാർ. കോൺഗ്രസ് അധികാരത്തിൽ വന്നോന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്. അതാണ് പറഞ്ഞതാണ്. ഈ റാവുവിൻ്റെ എന്തെങ്കിലും വികസന പരിപാടി വല്ലതും ഉണ്ടോ? കോൺഗ്രസ് കൊണ്ടുവന്നേക്കുന്ന പരിപാടി അനുസരിച്ച് ഇത്തരം പരിപാടി കൊണ്ടുവന്ന കോൺഗ്രസ് കൊണ്ടുവന്നേക്ക് വിറ്റ് റാവു എല്ലാം കൂടി. അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിണറായി വിജയൻ തന്നെ ജയിക്കണമെന്ന് തന്നെയാണ്.
കാരണം അയാളുടെ പേരിൽ കുറേ കുറ്റങ്ങളുണ്ടെങ്കിലും ഭരണം നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ജനങ്ങളുടെ കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യുന്നുണ്ട് അയാൾ. മറ്റുള്ള വിമർശനങ്ങളുണ്ടെങ്കിലും അത്യാവശ്യം കുറേ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. മറ്റിടത്തൊക്കെ ഭയങ്കര കുത്തിത്തിരിപ്പാണ്, തമ്മി പാരയാണ്. അതുകൊണ്ടാണ് അത് ശരിക്കും ഇവർക്ക് അനുകൂലം തന്നെയാണ്. കോൺഗ്രസ് ജയിക്കണം. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണം മോശമായതുകൊണ്ട് ഭരണം മോശമാണെന്ന് പറയുന്നത്? അവർക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി വന്നില്ല എല്ലാ കാര്യങ്ങളായാലും. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും നേരത്തെ ആദ്യം കയറിയപ്പം വിചാരിച്ച് കേരളം നന്നായിട്ട് പോകുന്നു. പക്ഷെ രണ്ടാമത് കയറിയപ്പോൾ മോശമാണ്. അത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല മോളെ. അതുപോലുള്ള അവസ്ഥയായി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായാലും. ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ ഈ ലോട്ടറി വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥയൊക്കെ വെറും പരിതാപകരമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാത്ത ഞാൻ എങ്ങനെയാണ് അത് പറയുക? എതിര് വോട്ട് ചെയ്തിട്ടില്ല, താല്പര്യമില്ല എനിക്ക്. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തത്? എന്തിനു വോട്ട് ചെയ്തിട്ട് ഇതുപോലെ ആൾക്കാരെ ജയിപ്പിച്ചിട്ട് ഇതുവഴിയൊക്കെ ഒരു കാറിൽ സ്പീഡിലൊക്കെ പോകുന്ന സമയത്തേക്ക് നമ്മളൊരു അടിയനെ പോലെ മാറി നിന്ന് കൊടുക്കുകയും അവർക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യത്തുമില്ല. താല്പര്യമില്ല. എന്തിന് രാവിലെ പോയി വെയിലും കൊണ്ട് ക്യൂ നിന്ന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തിനു ചെയ്യണം? ഒരു കാര്യമില്ല. ഏത് പാർട്ടി ആയിരുന്നാലും താല്പര്യമില്ല. ഞാൻ വോട്ട് ചെയ്യാറില്ല. ഞാൻ അഡ്വക്കേറ്റും കൂടിയാണ്. വോട്ട് ചെയ്യാറില്ല. കേരളത്തിൽ രണ്ട് പാർട്ടിയും ജയിച്ചിട്ട് കാര്യമില്ല. രണ്ടും ഇതാണ്. കാരണം ജനങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല, നമുക്ക് ഒന്നിനും ഒരു സഹായമോ ഒന്നും കിട്ടുന്നില്ല. ഏതെങ്കിലും വേറെ പുതിയ പാർട്ടി വരണം, പുതിയൊരു ഇത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് BJP വരണം. എന്തുകൊണ്ടാണ് തോന്നുന്നത്? ഇനി ഒരു ചേഞ്ച് ആവശ്യമാണ്. കാരണം ഇപ്പോഴുള്ള ഭരണം ധാരാളം പോരായ്മകളുണ്ട്. അത് മാറ്റാൻ ഒരു ചേഞ്ച്, അത്രേ ഉള്ളൂ. BJP നല്ലതാണ്, അവർ ബെസ്റ്റാണെന്ന് ഉദ്ദേശിച്ചല്ല. ഇനി ചേഞ്ച് ചെയ്യാൻ വേറൊരു പാർട്ടി ഇല്ലാത്ത കാരണം പറഞ്ഞത്, അത്രേ ഉള്ളൂ.